എന്നോടൊപ്പം ഒരു ഗസ്റ്റ് ഒരു ഇൻഫ്ലുവൻസ് ആണ്, ഒരു യൂട്യൂബറിന് പോരാത്തതിന് ഇൻഫ്ലുവൻസിൽ നിന്നും ഒരു സിനിമാ നടൻ കൂടി അയക്കാണ്. മൂവിയിലൊക്കെ ഇപ്പൊ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം ദാസേട്ടൻ കോഴിക്കോട്. നമസ്കാരം. നമസ്കാരം ചങ്കളെ, ദാസേട്ടൻ കോഴിക്കോടാണ്. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. അപ്പോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റിന്റെ ഒരു യൂട്യൂബിലും അതിലും ഇതിലും കണ്ടൊരു കമന്റ് സെക്ഷൻ ഞാൻ ചോദിക്കാൻ എന്റെ പേഴ്സണൽ ജോർജ്, ഇത് നിന്റെ ദിവസമാണ്. പഴയ ഇന്റർവ്യൂ പോലൊന്നുമല്ല, ഇത് കിട്ടിയിരിക്കും. ആർ യു കോൺഫിഡൻസ്? യെസ് ഐ ആം. ഞാൻ കണ്ട കമന്റ്സ് എന്ന് വെച്ചാൽ രേണു സുധി, അതായത് മറ്റേ ഈ ചാന്തപൂട്ട് ആ സീൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റീലൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി. രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോട് ഏട്ടനും അവിഹിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇത്. ഏത് സോഷ്യൽ മീഡിയ അവിടെ പറഞ്ഞു? ഞാൻ കണ്ട കമന്റ്സ് ആണ്. കമന്റ്സ് കണ്ടതാ. കമന്റ്സ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ കള്ളുപിടിച്ച ആൾക്കാർ കമന്റ് ഇടും, എന്താ പറയാ ഡിസോർഡർ ആയ ആൾക്കാർ കമന്റ് ഇടും, പല ആൾക്കാരും കമന്റ് ഇടും. ആ കമന്റിൽ ഏറ്റുപിടിച്ച് സത്യമാണോ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അത് ശരിയാ, അത് ശരിയാ. അതിൽ അത്രയും ക്ലോസ് സീക്വൻസ് അഭിനയിച്ചുകൊണ്ട് ആൾക്കാർ ക്ലോസ് സീക്വൻസ് ആൾക്കാരൊക്കെ അഭിഹിതാണോ? ക്ലോസ് സീക്വൻസ് അഭിനയിച്ച ആൾക്കാരൊക്കെ അഭിഹിതാണോ? അങ്ങനെയല്ല, ഞാനും മോളും കൂടി ഒരുമിച്ച് റീൽസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ക്ലോസ് ആയി റീൽസ് ചെയ്തു, നമ്മൾ അഭിഹിതാണോ? വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? ആണോ? നിനക്കറിയാം, എനിക്കറിയാം. അത് മറ്റൊരു ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഉണ്ടോ? അതാണ് പറഞ്ഞത്. നമ്മളൊരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ രേണുവിനെ വിളിച്ചു ചോദിക്കുക, എന്നെ വിളിച്ചു ചോദിക്കുക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? അപ്പൊ നിന്റെ സംശയം അവിടെ തീരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി അല്ലേ? അപ്പൊ കമന്റുകൾ നോക്കിയിട്ടല്ല ഒരു ആങ്കർ നടത്തേണ്ടത്. പാപ്പം ഭയങ്കര തന്ത വൈബായിക്കൊണ്ടിരിക്കും കേട്ടോ. അതാടാ, നിന്റെ ഈ തന്തയില്ലാത്ത വൈബിനേക്കാൾ നല്ലതാ എന്റെ ഈ തന്ത വൈബ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന ആളാണ്. നമ്മള് ജെന്യൂൻ കാര്യങ്ങൾ, എന്റെ റിയൽ ലൈഫ്, എന്റെ കാര്യങ്ങൾ, എന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ സിനിമാ കാര്യങ്ങൾക്ക് ചോദിക്കാം. എന്റെ കൂടെ അഭിനയിച്ച കുറെ ആക്ടേഴ്സിന്റെ കൂട്ടത്തിൽ ഒരു ആക്ട്രസ് ഞാൻ അഭിഹിതം എന്ന് ചോദിക്കുന്നത് ഒരാളെ അപമാനിക്കുന്നില്ല. അത് അപമാനാണ്, അത് അപമാനാണ്. 360 ഡിഗ്രിയിൽ വട്ടത്തിലും കുഴപ്പമായോ?